ഈയിടെയായിട്ട് രാവിലെ കാപ്പി കുടിയൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ഗ്രീൻ ടീ ഒക്കെ ഒന്ന് കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും നല്ല അടിപൊളി മത്തി വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ അതെല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകി മാറ്റി വെക്കാമെന്ന് കരുതി. അങ്ങനെ അതൊന്ന് കുക്കറിലിട്ട് വേവിച്ച് പെട്ടെന്ന് തന്നെ അതിനുള്ള അരപ്പെല്ലാം അരച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് വേവിച്ച് മാറ്റിയെടുത്ത് പിന്നെ ചാറുകറി എന്തെങ്കിലും വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മുരിങ്ങയുടെ ചോട്ടിലേക്ക് ഓടിയത്. നമ്മുടെ മുരിങ്ങയുടെ മൂടൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മറിഞ്ഞ് കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് വീഴുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പം വെട്ടിക്കളയെ ഇനി വഴിയുള്ളൂ. മുരിങ്ങയില പറിച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞ് ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. നല്ല ചെറിയൊരു വെയിലും ഉണ്ട്. മഴയൊക്കെ പെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. ചെടികളെല്ലാം നല്ല പച്ച കളറിൽ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. പിന്നെ ഞാൻ മുരിങ്ങയില പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു താളിപ്പാക്കാമെന്ന് വിചാരിച്ചു. താളിപ്പെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി തന്നെ, അത് തന്നെ തേങ്ങ അരച്ചുള്ള പച്ചക്കറിയും മുരിങ്ങയിലയും കൂടി ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ മത്തി വാങ്ങിച്ചുകൊണ്ട് തന്നെ മത്തി മുളകിട്ട് കറി വയ്ക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മുരിങ്ങയില ചാറുകറി ഉണ്ടാക്കുന്നത്. ഇവിടെ ചാറുകറി എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പച്ചക്കറി എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ തേങ്ങ അരച്ചുണ്ടാക്കുന്ന കറീനെ. പിന്നെ പെട്ടെന്ന് തന്നെ തക്കാളിയും കുറച്ച് ഉണ്ടമുളകും ഒക്കെ ഇട്ടിട്ട് ഞാനാണെങ്കിൽ മുളക് കറി വെച്ചു. മത്തി മുളകിന് വേണ്ടിയിട്ട് കറി വെച്ചു. മുളക് കറി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കപ്പ മസ്റ്റാണ്. പക്ഷേ ഇവിടെ കപ്പ അങ്ങനെ കിട്ടാറേ ഇല്ല. കപ്പ അങ്ങനെ ഇങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. വർഷത്തിൽ 1 2 വട്ടം ഒന്ന് വാങ്ങിച്ചാലായി. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല കേട്ടോ. അത്യാവശ്യം ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.